ലുസൈൽ സ്റ്റേഡിയം അന്ന് വെറുമൊരു കളിസ്ഥലമായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരങ്ങൾ ഇരമ്പുന്ന ഒരു യുദ്ധഭൂമിയായിരുന്നു. 120 മിനിറ്റുകൾ നീണ്ട വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ വിധി നിശ്ചയിക്കാൻ പെനാൽറ്റി ഷൂട്ടൌട്ട് വന്നെത്തുമ്പോൾ ഗാലറിയിലെ ഓരോ മനുഷ്യനും ശ്വാസമടക്കി പിടിച്ച് നിൽക്കുകയാണ്. ഒരു വശത്ത് ഹാട്രിക് തികച്ച് ഫ്രഞ്ച് വീരൻ കിലിയൻ എംബാപ്പെ, മറുവശത്ത് തന്റെ അവസാന ലോകകപ്പിൽ കിരീടത്തിനായി ദാഹിക്കുന്ന ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം. ആരാധക നേത്രങ്ങൾ ലുസൈൽ സ്റ്റേഡിയത്തിലേക്ക്. ഫ്രാൻസിനായി ആദ്യ കിക്കെടുക്കാൻ വന്നത് എംബാപ്പയാണ്. ഒരു കാട്ടുതീ പോലെ പാഞ്ഞു വന്ന ആ കിക്ക് എമിലിയാനോ മാർട്ടിനസ് കൃത്യമായി പ്രവചിച്ചു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, മാർട്ടിനസിന്റെ വിരൽ തുമ്പിൽ പന്ത് തട്ടിയെങ്കിലും ആ കിക്കിന്റെ അതിഭീകരമായ വേഗതയെ തടയാൻ എമിലിയാനോക്ക് സാധിച്ചില്ലായിരുന്നു. പന്ത് കൃത്യമായി അർജന്റീനയുടെ വലയിലേക്ക്. എംബാപ്പെ ഫ്രാൻസിന് ആദ്യ ജീവൻ നൽകി. അർജന്റീനയുടെ മറുപടിക്കായി പന്തുമായി ലയണൽ മെസ്സി നടന്നെടുക്കുന്നു. ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയമിടിപ്പ് ആ നിമിഷം നിലച്ചതുപോലെ തോന്നി. എന്നാൽ ഹ്യൂഗോ ലോറിസിനെ വെറും കാഴ്ചക്കാരനാക്കി അതീവ ലാഘവത്തോടെ മെസ്സി ആ പന്ത് ഗോൾവലയുടെ മൂലയിലേക്ക് തട്ടിയിട്ടു. ഒരു മാന്ത്രികൻ തന്റെ ജാലവിദ്യ കാണിക്കുന്നത് പോലെ അത്രമേൽ ലളിതമായിരുന്നു. ആ ഗോളിലൂടെ മെസ്സി തന്റെ ടീമിന് പകർന്നു നൽകിയത് ആത്മവിശ്വാസത്തിന്റെ വലിയൊരു ഊർജമായിരുന്നു. തുടർന്ന് വന്നത് എമിലിയാനോ എന്ന വൺമതിലിന്റെ താണ്ഡവമായിരുന്നു. ഫ്രാൻസിന്റെ രണ്ടാമത്തെ കിക്കെടുത്ത കിങ്സ്ലി കോമാന്റെ ഷോട്ട് മാർട്ടിനസ് അത്ഭുതകരമായി തട്ടിയകറ്റി. ആ നിമിഷം മാർട്ടിനസ് നടത്തിയ ആവേശകരമായ നൃത്തം ലുസൈലിലെ ആകാശത്തെ വിറപ്പിച്ചു. തൊട്ടു പിന്നാലെ വന്നത് പൗളോ ഡിബാലയായിരുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷം സ്കലോണി ഡിബാലയെ മൈതാനത്തേക്ക് ഇറക്കിയത് ഈയൊരു നിമിഷത്തിനു വേണ്ടിയായിരുന്നു. തനിക്ക് ലഭിച്ച ആ ചുരുങ്ങിയ സെക്കൻഡുകൾ ഡിബാല പാഴാക്കിയില്ല. വലിയ സമ്മർദ്ദത്തിലും പതറാതെ ലോറിസിനെ കീഴടക്കി ഡിബാല പന്ത് വലയുടെ മധ്യഭാഗത്തേക്ക് പായിച്ചു. അർജന്റീനക്ക് വ്യക്തമായ മേൽക്കൈ. പിന്നീട് ഫ്രാൻസിനായി മൂന്നാം കിക്കെടുക്കാൻ വന്ന യുവതാരം ഔറേലിയൻ ചൗമേനിയുടെ ഊഴമായിരുന്നു. മാർട്ടിനസിന്റെ മെയിൻ ഗെയിമുകൾക്ക് മുമ്പിൽ പതറിപ്പോയ ചൗമേനിയുടെ കിക്ക് പോസ്റ്റിന് പുറത്തേക്ക് പാഞ്ഞു. ലുസൈൽ സ്റ്റേഡിയം ഇരമ്പി. അർജന്റീനയുടെ മൂന്നാം കിക്കെടുത്ത ലിയാൻഡ്രോ പെരേഡസിന് ഒട്ടും പിഴച്ചില്ലായിരുന്നു. പന്ത് വലയിൽ. ഇതോടെ അർജന്റീന വിജയത്തിന് തൊട്ടടുത്തെത്തി. ഫ്രാൻസിന്റെ നാലാമത്തെ കിക്ക് കൗലോ മുവാനി വലയിലെത്തിച്ച് പ്രതീക്ഷ നിലനിർത്തിയെങ്കിലും ലോകം കാത്തിരുന്നത് അർജന്റീനയുടെ ആ അവസാന കിക്കിനായിട്ടായിരുന്നു. ഒടുവിൽ ചരിത്രം കുറിച്ച ആ നിമിഷമെത്തി. അവസാന കിക്കെടുക്കാൻ ഗോൺസാലോ മോണ്ടിയൽ വരുകയാണ്. മോണ്ടിയലിന്റെ ബൂട്ട് പന്തിൽ സ്പർശിച്ച നിമിഷം അത് ഹ്യൂഗോ ലോറിസിനെ കീഴ്പ്പെടുത്തി വലയെ ചുംബിച്ചു. അവിടെ ലുസൈൽ സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുകയാണ്. മുപ്പത്താറ് വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. മോണ്ടിയൽ തന്റെ മുഖം ഷർട്ട് കൊണ്ട് മറച്ച് വിങ്ങിക്കരയുമ്പോൾ എമിലിയാനോ മാർട്ടിനസ് പുല്ലിൽ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. അർജന്റീനയുടെ ഓരോ വിജയത്തിലും കോട്ട പോലെ കാവൽ നിന്ന ആ മനുഷ്യൻ തന്റെ ദൗത്യം പൂർത്തിയാക്കിയ സംതൃപ്തിയിലായിരുന്നു. ഈ വിജയത്തിന് പിന്നിൽ മെസ്സി എന്ന വ്യക്തി മാത്രമല്ലായിരുന്നു. തന്റെ നായകന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ ആ 10 പേരും മൈതാനത്ത് അയാൾക്ക് വേണ്ടി പൊരുതുകയായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ലയണൽ സ്കലോണി എന്ന ശാന്തനായ തന്ത്രജ്ഞനും പാബ്ലോ ഐമറെ പോലുള്ള അദ്ദേഹത്തിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുമായിരുന്നു. മെസ്സിയെ ലോക കിരീടത്തിലേക്ക് എത്തിക്കാൻ അവർ ഓരോരുത്തരും അത്രമേൽ അധ്വാനിച്ചിരുന്നു. കളി ജയിച്ച ശേഷം തന്റെ വികാരങ്ങൾ അടക്കിപ്പിടിക്കാൻ ശ്രമിച്ച ലയണൽ സ്കലോണി ഒടുവിൽ തന്റെ പടയാളികളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന കാഴ്ച ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. കേരളത്തിലെ ഗ്രാമങ്ങൾ മുതൽ ബ്യൂണസ് ഐറിസ് വരെ നീളുന്ന ഒരു നീലക്കടൽ തന്നെ ഇരമ്പുന്നുണ്ടായിരുന്നു. മുച്ചാച്ചോസ് പാട്ടുപാടി തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ ആർത്തു വിളിച്ച ആ ആരാധകർ ടീമിന്റെ 12ാമത്തെ താരമായി അവർ മാറിക്കഴിഞ്ഞിരുന്നു. മൈതാനത്തിന്റെ മധ്യത്തിൽ മുട്ടുകുത്തിയിരുന്ന് കരയുന്ന ലയണൽ മെസ്സിയെയാണ് പിന്നീട് ലോകം കണ്ടത്. തന്റെ കുടുംബം ഇരിക്കുന്ന ഗാലറിയിലേക്ക് നോക്കി ഇതോടെ തീർന്നു, എല്ലാം പൂർത്തിയായി എന്നും പറഞ്ഞ്
ആ മനുഷ്യൻ ഒരാംഗ്യം കാണിച്ചു. ആ സ്വർണ്ണ കിരീടത്തിൽ ചുംബിച്ചു നിൽക്കുന്ന മെസ്സിയെ കണ്ടപ്പോൾ ഫുട്ബോൾ എന്ന കളി തന്നെ പൂർണ്ണത കൈവരിച്ചതുപോലെ തോന്നി. ഖത്തറിലെ ആ ആവേശം ഇനി ചരിത്രമാണ്. പക്ഷേ ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. 2026 വടക്ക് അമേരിക്കൻ മണ്ണിൽ 48 ടീമുകൾ അണിനിരക്കുന്ന ഇതിലും വലിയൊരു പൂരത്തിന് കളമൊരുങ്ങുകയാണ്. ലുസൈലിലെ ആ ഓർമ്മകൾ നമുക്ക് കരുത്താകട്ടെ. വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്കായി നമുക്ക് കണ്ണും നട്ട് കാത്തിരിക്കാം.